എൻ്റെ പേര് അജ്മൽ. I'm the CEO of X&Y Learning, also an educator as well as an engineer. നമ്മുടെ സെഷൻ എന്നുള്ളത് AI നമ്മുടെ കരിയേഴ്സിനെ, നമ്മുടെ ഫ്യൂച്ചർ കോഴ്സസിനെ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. റൈറ്റ്? സോ ഐ ഹാവ് ടൈറ്റിൽഡ് ഇറ്റ് ദ 5 ന്യൂ റൂൾസ് ഫോർ ദ AI ഇറ. ഓക്കെ, കഴിഞ്ഞ തവണ മലപ്പുറം എജു കഫേയിൽ സിമിലർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ ഞാൻ ഒരു സെഷൻ നടത്തിയിരുന്നു. അറൌണ്ട് 5 lakh പ്ലസ് ആളുകളാണ് അത് കണ്ടത്. അതിന് ഞാൻ ടൈറ്റിൽ ചെയ്തത് 5 ടിപ്സ് ടു സർവൈവ് ദ AI ഇറ എന്നുള്ളതായിരുന്നു. നിങ്ങൾ AI ഇറയെ സർവൈവ് ചെയ്യണമെങ്കിലുള്ള 5 കാര്യങ്ങൾ. ഓക്കെ, ടുഡേ ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് 5 ന്യൂ റൂൾസ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ തവണയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് റീഇൻഫോഴ്സ് ചെയ്യാനും കുറച്ച് കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് പറയാനുണ്ട്. ബിക്കോസ് ലാസ്റ്റ് 1 year ഹാസ് ബീൻ, എന്താ പറയുക, നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് ഒരുപാട് ചേഞ്ചസ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ് ആൻഡ് വാട്ട് ആർ ദ 5 തിങ്സ് ദാറ്റ് വി ഷുഡ് ലുക്ക് അറ്റ്. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിക്കാം. ഓക്കെ, എത്ര നീറ്റ് ആസ്പിറൻസ് ഉണ്ട് ഇവിടെ? ഒരു വീഡിയോ പ്ലേ ചെയ്യാനുണ്ടായിരുന്നു, കൊടുത്തിരുന്നു. ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. എത്ര നീറ്റ് ആസ്പിറൻസ് ഉണ്ട്? ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലേ? ഇപ്പം നീറ്റിനൊന്നും ആരും പോകുന്നില്ലേ? ഒരു വീഡിയോ. യെസ്, ഇത് 4 ദിവസങ്ങൾക്ക് മുമ്പ് ജെമിനിയിൽ വന്നൊരു ഫീച്ചറാണ്. ജനറേറ്റ് എ ഫുൾ ലെങ്ത് നീറ്റ് മോക്ക് ടെസ്റ്റ് എന്ന് ഞാൻ പ്രോംപ്റ്റ് കൊടുക്കുന്നു. നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ പ്രോംപ്റ്റിന് ഉത്തരം വരികയാണ്. റൈറ്റ്, ഫുൾ ലെങ്ത് നീറ്റ് മോക്ക് ടെസ്റ്റ്. അതായത് നിങ്ങൾ നീറ്റ് ആസ്പിറൻസ് അല്ലെങ്കിൽ JEE ആസ്പിറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എത്ര മോക്ക് ടെസ്റ്റുകൾ വേണമെങ്കിലും ഇപ്പോൾ ജെമിനി ഉപയോഗിച്ച് എഴുതാൻ പറ്റും. ഓക്കെ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സ്റ്റാർട്ട് ചെയ്താൽ മേലെ ടൈം വരെ വരും. 3 മണിക്കൂറിന്റെ നീറ്റ് മോക്ക് ടെസ്റ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ജെമിനി ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. എത്ര ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നറിയില്ല. ഈവൻ JEE ഓൾസോ യു ക്യാൻ ഡു ദ സെയിം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഞാൻ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് എൻ്റെ സ്കോറും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മേ ബി 2 മിനിറ്റ് കൊണ്ട് ഞാൻ വെറുതെ ഈ പറഞ്ഞതുപോലെ കറക്കി കുത്തിയതാണ്. പക്ഷേ ഇതിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, നമുക്ക് ചുറ്റുമുള്ള ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ തരുന്നത്. റൈറ്റ്, ടൈമറൊക്കെ താഴോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാം. റൈറ്റ്, നൗ ഐ വിൽ എൻഡ് മൈ എക്സാം. സബ്മിറ്റ് ടെസ്റ്റ്. യെസ്, നൈസ് വർക്ക്. 2 മാർക്കാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ശരിയാക്കാൻ പറ്റിയത്. പക്ഷേ നിങ്ങൾ നോക്കിക്കേ, ഒരു പക്ഷേ 2 വർഷം മുമ്പ് അല്ലെങ്കിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും ജെമിനി ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ അത്രയും സ്പീഡിൽ നമ്മുടെ ചുറ്റുമുള്ള ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിനൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു എന്നുള്ളതാണ്. ഒരു 50,000 1 ലക്ഷം ഒക്കെ കൊടുത്ത് നിങ്ങൾ എഴുതുന്ന ടെസ്റ്റ് സീരീസുകൾ ഇന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. റൈറ്റ്, സോ ഈ ഒരു വേൾഡിൽ, ഇത്രയും ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള വേൾഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യങ്ങൾ, ഓർ വാട്ട് ആർ ദ 5 ന്യൂ റൂൾസ് ഫോർ ദ വേൾഡ്, ആൻഡ് അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദീസ് വിൽ റിയലി മേക്ക് യു അൺകംഫർട്ടബിൾ. നിങ്ങൾ തികച്ചും ആസ് ഫ്യൂച്ചർ ആസ്പിറൻസ്, ആസ് ഒരു കോഴ്സ് എടുക്കാൻ പോകുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അൺകംഫർട്ടബിൾ ആക്കും എന്നുള്ളതാണ്. സോ ദ ഫസ്റ്റ് തിങ്, എ ഗുഡ് കമ്പനി വോണ്ട് സേവ് യു, ഓൺലി യു ക്യാൻ സേവ് യു. ഇതിൻ്റെ ഒരു നെറ്റ്ഷെല്ല് കഴിഞ്ഞ ടോക്കിൽ നിങ്ങൾ കുറച്ച് കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, ഒരു നല്ല കമ്പനി നിങ്ങൾ ഒരിക്കലും സേവ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ഈ ടോക്കിന് കയറുന്നതിന് മുമ്പ് ഞാൻ ലാസ്റ്റായിട്ട് വർക്ക് ചെയ്ത ഓർഗനൈസേഷൻ ഇന്റൽ എന്ന് പറയുന്ന ഒരു വേൾഡ് ഫേമസ് MNC ആണ്. അപ്പോൾ എനിക്ക് ഇന്റൽ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയക്കുകയാണ്. എൻ്റെ മാനേജർ ഉണ്ട്, ഷീ ഹാസ് അറൌണ്ട് 24 years ഓഫ് എക്സ്പീരിയൻസ്. ലാസ്റ്റ് ഡേ ഷീ വാസ് ഫയർഡ് ഫ്രം ഹെർ ജോബ്. അപ്പം ഞാൻ കുറച്ച് സങ്കടത്തിലാണ് ആക്ച്വലി ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ കയറുന്നതിന് തൊട്ടുമുമ്പാണ് ന്യൂസ് എനിക്ക് കിട്ടിയത്. അതായത് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഈ ഒരു വർഷം കഴിഞ്ഞൊരു 3 മാസത്തിനിടയിൽ എത്ര ജോബ്സ് ആണ് നഷ്ടപ്പെട്ടെന്ന് നോക്കിയേ. ആമസോൺ ഫയർഡ് 16,000 people, മെറ്റ ഫയർഡ് 1,500 people. ഓൾറെഡി യു സോ ഇൻ ദ ലാസ്റ്റ് ടോക്ക് ദാറ്റ് ലാസ്റ്റ് വീക്കിൽ 6 മണിക്ക് രാവിലെ ഒറാക്കിളിന്റെ CEO ഇമെയിൽ അയക്കുകയാണ്, 30,000 ആളുകൾക്ക് ഇനി നിങ്ങൾക്ക് ജോലിയില്ല. അതിൽ 12,000 ആളുകൾ ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ്. റൈറ്റ്, സോ 30,000 എംപ്ലോയീസ് ഇൻ എ സിംഗിൾ മോർണിംഗ് ആൻഡ് 12,000 ഇൻ ഇന്ത്യ, ആൻഡ് ദിസ് ഈസ് 40% ഓഫ് ഒറാക്കിൾസ് ഇന്ത്യാസ് വർക്ക് ഫോഴ്സ് ഓൺ എ 6 AM ഇമെയിൽ. അപ്പം നമ്മളിങ്ങനെ പഠിച്ച് ഒരു ജോലി നേടി, ഒരു നല്ല കമ്പനിയിൽ ജോലി നേടിയാൽ ഇനി നമ്മുടെ ലൈഫ് വളരെ സെറ്റാണ്, സേഫാണ് എന്നുള്ള ചിന്താഗതി മാറ്റാൻ സമയമായി എന്നുള്ളതാണ് ഇത് പറയുന്നത്. പക്ഷേ there is an interesting thing. എന്തിനാണ് ഒറാക്കിൾ ഇത്ര ആളുകളെ ഫയർ ചെയ്തത്? ഒറാക്കിളുടെ ലാഭം കുറഞ്ഞിട്ടാണോ? ഒറാക്കിളുടെ റവന്യൂ കുറഞ്ഞിട്ടാണോ? അല്ല, കഴിഞ്ഞ വർഷം ഒറാക്കിളിന്റെ നെറ്റ് ഇൻകം ഹാസ് ഇൻക്രീസ് 95%. $6.13 billion ഇൻക്രീസ് ആണ് അവരുടെ റവന്യൂവിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർ മനസ്സിലാക്കുകയാണ്, ഇവിടെ ഞങ്ങൾക്ക് റവന്യൂ ഒക്കെ കൂടുന്നുണ്ട്, പക്ഷെ നമുക്ക് കുറേ ആളുകളെ കട്ട് ചെയ്തിട്ട് വി ഹാവ് ടു ബിൽഡ് മോർ AI ഇൻഫ്രാസ്ട്രക്ചർ.
അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ലേ ഓഫ് ആർ നോ ലോങ്ങർ ഓപ്പോസിറ്റ്സ്. പ്രോഫിറ്റബിലിറ്റി ഉണ്ടായതുകൊണ്ട് എന്തില്ല, ആളുകളൊന്നും പിരിച്ചു വിടുന്നില്ല, എല്ലാവരും നല്ല സുഖത്തിൽ നിൽക്കും എന്നുള്ള തോന്നലൊന്നും വേണ്ട. പ്രോഫിറ്റബിലിറ്റി ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് ചില വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. ദിസ് ഇസ് എ സെക്കൻഡ് റൂൾ. This is the second rule. Why this layoff is happening? Because mediocrity is now unemployable. എന്നോട് പല ആൾക്കാരും ചോദിക്കും, AI മനുഷ്യന്മാരെ റീപ്ലേസ് ചെയ്യുമോ? ഞാൻ പറയാറുള്ള ഉത്തരം, AI doesn't replace humans, but AI replaces mediocrity എന്നുള്ളതാണ്. AI റീപ്ലേസ് ചെയ്യുന്നത് മനുഷ്യന്മാരല്ല. AI റീപ്ലേസ് ചെയ്യുന്നത് ഞാൻ ഇത്രയൊക്കെ ചെയ്താൽ മതി, ഇത് കുഴപ്പമില്ലാതെ. നമ്മൾ പണ്ട് ചോദിക്കില്ലേ പരീക്ഷക്കൊക്കെ എങ്ങനെയുണ്ടെന്ന്, പരീക്ഷ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് കോഴ്സ്? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് നിന്റെ ഒരു സ്കിൽ ലെവൽ? ഓക്കെയാണ്, കുഴപ്പമില്ല. റൈറ്റ്? കുഴപ്പമില്ലാത്ത ആൾക്കാരൊന്നും ഇനി വേണ്ട എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ഓക്കെ എന്നുള്ളൊരു സംഭവം ഒന്നും ആർക്കും വേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഒരു ഗ്രാഫിക് ഡിസൈൻ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജെമിനി ക്യാൻ ഡു ദാറ്റ് ഇൻ റൈറ്റ് ബെറ്റർ ദാൻ യു, അല്ലേ? നിങ്ങൾക്കൊരു കണ്ടന്റ് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്താൽ ജെമിനി എഴുതി തരും, ChatGPT എഴുതി തരും, ക്ലൗഡ് എഴുതി തരും, അല്ലേ? റൈറ്റ്? സോ ദ ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾക്ക് അതിനേക്കാളും ബെറ്റർ പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് എങ്ങനെ ഒരു ഗ്രാഫിക് ഡിസൈനർക്ക് ജോബ് ഉള്ളൂ? യു ഷുഡ് ബി ഏബിൾ ടു ഡു ബെറ്റർ ദാൻ ജെമിനി, റൈറ്റ്? ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് ജെമിനി ഈസ് ഇൻക്രീസിംഗ് ദാറ്റ് ബേസ് ലൈൻ എവറി ഡേ, റൈറ്റ്? അപ്പോൾ നമ്മൾ കോമ്പീറ്റൻ്റ് ആയിട്ട്, മീഡിയോക്രിറ്റി എന്നുള്ളതിന് ലോകത്ത് ഇന്ന് റോഡില്ല. സോ ലാസ്റ്റ് മന്ത് ദർ വാസ് എൻ എക്സലന്റ് റിപ്പോർട്ട് ബൈ ആന്ത്രോപിക്. ആന്ത്രോപിക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വാട്ട് ഈസ് ആന്ത്രോപിക്? ക്ലോഡ് കേട്ടിട്ടുണ്ടോ? CLAUDE. ChatGPT പോലുള്ളൊരു LLM ആണ്. ക്ലോഡിന്റെ പാരന്റ് കമ്പനി ആയിട്ടുള്ള ആന്ത്രോപിക് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു, ആന്ത്രോപിക് ലേബർ മാർക്കറ്റ് റിപ്പോർട്ട്. എങ്ങനെയാണ് AI നമ്മുടെ ലോകത്തിലെ ജോലികളെ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദേ ഡിഡ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഗ്രാഫ്. ഐ വിൽ ഷോ യു ദാറ്റ് ഗ്രാഫ് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഐ വിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ. ഓക്കെ, മേലെ എഴുതിയിട്ടുള്ളതൊക്കെ ഓരോ ജോലി ഏരിയകളാണ്, റൈറ്റ്? വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. മാനേജ്മെന്റ്, മാത്ത് ആൻഡ് കമ്പ്യൂട്ടർ, ബിസിനസ് ആൻഡ് ഫിനാൻസ്, പ്രൊഡക്ഷൻ, ഇൻസ്റ്റാളേഷൻ, റിപ്പയർ, സെയിൽസ്, അങ്ങനെ എല്ലാ ജോലി ഏരിയകളും ഉണ്ട്. ഒരു ബ്ലൂ ലൈൻ കാണുന്നില്ലേ? ഈ ബ്ലൂ ലൈൻ എന്താണെന്നറിയോ? ഇതിൽ എത്രത്തോളം AIക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും തിയററ്റിക്കലി എത്ര പറ്റും? തിയററ്റിക്കൽ ഏറ്റവും കൂടുതൽ പറ്റുന്നത് മാനേജ്മെന്റ് റോൾസ്, അതേപോലെ തന്നെ ബിസിനസ് ആൻഡ് ഫൈനാൻസ്, കമ്പ്യൂട്ടർ ആൻഡ് മാത്തമാറ്റിക്സ്, അതേപോലെ ആർട്ട് ആൻഡ് മീഡിയ, ഓഫീസ് ആൻഡ് അഡ്മിൻ. ഇതെല്ലാമാണ് നിങ്ങൾ ആ ബ്ലൂ ലൈൻ ഒരു അറ്റത്തത് കാണുന്നത്. ഈ ജോബ്സ് ഒക്കെ AIക്ക് തിയററ്റിക്കലി കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡ് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ എത്രത്തോളം പ്രാക്ടിക്കലി കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് വളരെ കുറവാണ്. ഇപ്പോഴും AI അതിൻ്റെ ഒരു ഫുൾ കേപ്പബിലിറ്റിയിലൊന്നും എത്തിയിട്ടില്ല. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. വി ആർ ജസ്റ്റ് ഇൻ ദാറ്റ് ഇറ. ഇവിടെ തന്നെ നമ്മൾ കാണുന്നത് എന്താണ്? ഒരുപാട് വണ്ടേഴ്സ് ആണ്, അല്ലേ? അപ്പോൾ എവിടെയാണ് ഫസ്റ്റ് റീപ്ലേസ് ചെയ്യപ്പെടുക? കമ്പ്യൂട്ടർ ആൻഡ് മാത്ത് ഫസ്റ്റ് റീപ്ലേസ് ചെയ്യപ്പെടും. ദിസ് ഇസ് എ ഫാക്ട്, നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. ബിസിനസ്, അനാലിസിസ്, ഫൈനാൻസ്, അതേപോലെ തന്നെ എന്താ പറയുക, ആർട്ട് ആൻഡ് മീഡിയ, ഇതെല്ലാം പെട്ടെന്ന് നിങ്ങളെ റീപ്ലേസ് ചെയ്യാവുന്ന ഏരിയകളാണ്. എന്നാൽ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാത്ത കുറേ ഏരിയകളുണ്ട്. പ്രൊഡക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഇൻസ്റ്റാളേഷൻ, റിപ്പയർ, പേഴ്സണൽ കെയർ, കൺസ്ട്രക്ഷൻ. എവിടേക്കാണ് ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ ആവശ്യമായിട്ട് വരുന്നത്? ഓരോ ജോബ്സിലും ഒരു പെർട്ടിക്കുലർ ഹ്യൂമൻ അറ്റൻഷൻ വേണ്ടി വരുന്ന സ്ഥലങ്ങളിൽ അത്ര പെട്ടെന്ന് റീപ്ലേസ് ചെയ്യില്ല. ആൻഡ് ഐ വിൽ കം ടു ദാറ്റ്. ഓക്കെ, നൗ 5 years ago ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ബിടെക് നമ്മുടെ നാട്ടിലെ കോളേജുകളെ നോക്കിയാൽ എത്രയോ കോളേജുകൾ കമ്പ്യൂട്ടർ സയൻസ് ബിടെക് BCA ഒക്കെ ഓഫർ ചെയ്യുന്നു. എല്ലാ കോളേജിലും നോക്കിക്കഴിഞ്ഞാൽ മെക്കാനിക്കലിനേക്കാളും ഇലക്ട്രിക്കലിനേക്കാളൊക്കെ സീറ്റുകൾ. അറ്റ് വൺ ടൈം ദർ വാസ് എ നീഡ്. 5 വർഷങ്ങൾക്ക് മുമ്പ് ഇഫ് യു കുഡ് റൈറ്റ് കോഡ് യു കുഡ് ഗെറ്റ് എ ജോബ്. നിങ്ങൾക്ക് കോഡ് എഴുതാൻ അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടുമായിരുന്നു. 3 years ago യു റൈറ്റ് ഗുഡ് കോഡ് യു വിൽ ഗെറ്റ് എ ജോബ്. ഇപ്പോൾ നിങ്ങൾക്ക് കോഡ് എഴുതിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒരു പക്ഷേ ജോലി ലാൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ബിക്കോസ് യു ഹാവ് ടു ബീറ്റ് AI ഇൻ ദാറ്റ്. വൈറ്റ് കോഡിങ്, അല്ലേ? ക്ലോഡിന്റെ എന്താ പറയുക, കോവർക്ക്, ക്ലോഡ് കോഡ്, അതല്ലെങ്കിൽ ക്യാൻവാസ്, ഇതിനൊക്കെ ബീറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ എത്തിക്കണം. സോ മീഡിയോക്രിറ്റി ഡിഡ്ന്റ് ജസ്റ്റ് ബിക്കം എ ഡിസഡ്വാൻറ്റേജ്, ഇറ്റ് ബിക്കെയിം അൺഎംപ്ലോയബിൾ. നിങ്ങൾ മീഡിയോക്കർ ആയിരുന്നാൽ പോരാ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ അടിപൊളിയാവണം എന്നുള്ളതാണ്, റൈറ്റ്? ആൻഡ് നൗ വിൽ മൂവ് ടു റൂൾ 3. ദ സേഫസ്റ്റ് കരിയർ മൈറ്റ് ഗെറ്റ് യുവർ ഹാൻഡ്സ് ഡർട്ടി. നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഒരു വൈറ്റ് കോളർ ജോബാണ്. രാവിലെ ഇങ്ങനെ കുളിച്ച് കുട്ടപ്പനായി അടിപൊളി ഓഫീസിൽ പോകണം, AC ഇരിക്കണം, അല്ലേ? കമ്പ്യൂട്ടറിന് മുമ്പിൽ ടൈപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ പോകണം. 1 മാസം കഴിയുമ്പോൾ ശമ്പളം കിട്ടണം, അല്ലേ? അക്കൗണ്ടിൽ പൈസ വരണം, റൈറ്റ്? ഈ ഒരു മുമ്പത്തെ ഗ്രാഫ് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നു, റൈറ്റ്? സോ ഹൂ സർവൈവ്സ്? ഈ ഒരു ഇറയെ ആർക്കാണ് സർവൈവ് ചെയ്യാൻ സാധിക്കുക? ആൻഡ് ദീസ് യു ഷുഡ് റൈറ്റ് ദീസ് 3 things down. ഓക്കെ, ഒന്നാമത്തത് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റിപ്പോർട്ടാണ്. വാട്ട് ആർ ദ കോർ സ്കിൽസ് ഇൻ 2025? 2025 എംപ്ലോയേഴ്സ് നോക്കുന്ന കോർ സ്കിൽസ് എന്താണ്? കാണാൻ വീണ്ടും ബുദ്ധിമുട്ടുണ്ടാവും, ഞാൻ വായിച്ചു തരാം. ദ നമ്പർ 1 ഈസ് നോട്ട് AI, നോട്ട് കോഡിംഗ്, നോട്ട് ടെക്. ദ ഫസ്റ്റ് വൺ ഈസ് അനലിറ്റിക്കൽ തിങ്കിങ്. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടോ?
നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ചിന്താശേഷി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ദ സെക്കൻഡ് വൺ ഈസ് റെസിലിയൻസ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് അജിലിറ്റി. The third one is leadership and social influence. Fourth one is creative thinking. 5 is motivation and self-awareness. And the 6th one is technological literacy. 11th one is big data and AI. ഓക്കെ, അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? ഈ പറഞ്ഞ സോഫ്റ്റ് സ്കിൽസ് നമുക്കുണ്ടോ? ദ ഹ്യൂമൻ സ്കിൽസ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എവർ. റൈറ്റ്? നിങ്ങൾ ഒരാൾക്ക് വേണ്ടത്, ഒരു കമ്പനിയിൽ വേണ്ടത് വെറുതെ കോഡ് എഴുതാൻ അറിയുന്ന ആളല്ല, ഒരു ടീമിനെ ലീഡ് ചെയ്ത് ആ ടീമിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് നന്നായിട്ട് ആലോചിച്ച് ഡിസിഷൻ എടുത്തിട്ട് കൊണ്ട് കോഡ് എഴുതാൻ അറിയുന്ന ആളാണ്. അല്ലാതെ സി പ്രോഗ്രാമിങ്ങോ പൈത്തൺ പ്രോഗ്രാമിങ്ങോ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റോ മാത്രം പഠിച്ച ആളുകൾ ആർക്കും വേണ്ട. അങ്ങനെയുള്ള എഞ്ചിനീയേഴ്സിനല്ല ആവശ്യം. നിങ്ങൾ ഏതെങ്കിലും ഫ്രെയിംവർക്ക് പഠിച്ചതുകൊണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഡിഗ്രി പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ജോബ് കിട്ടുന്നൊരു കാലം മാറുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. റൈറ്റ്? സോ ഐ ഹാവ് ഡ്രോൺ എ മെട്രിക്സ്. ആ മെട്രിക്സിന് എന്താണ്? ഒരു 2x2 മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സിന്റെ ഒരു എക്സ് ആക്സിസ് എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ്? ലോ ഹ്യൂമൻ സ്കിൽസ് ആൻഡ് ഹൈ ഹ്യൂമൻ സ്കിൽസ്, ലോ കോംപ്ലക്സിറ്റി ആൻഡ് ഹൈ കോംപ്ലക്സിറ്റി. നിങ്ങൾക്ക് ഇപ്പോൾ ലോ കോംപ്ലക്സിറ്റി ആൻഡ് ലോ ഹ്യൂമൻ സ്കിൽസ് വേണ്ട ജോബ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഡാറ്റ എൻട്രി, ബേസിക് അക്കൗണ്ടിങ്, സിമ്പിൾ അഡ്മിൻ, എവറിത്തിങ് വിൽ ബി ഓട്ടോമേറ്റഡ്. അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യപ്പെടുകയാണ്. നൗ ദ സെക്കൻഡ് വൺ ഈസ് ലോ ഹ്യൂമൻ സ്കിൽസ് ബട്ട് ഹൈ കോംപ്ലക്സിറ്റി. എന്താ? കോഡിംഗ്. കോഡിംഗ് റിക്വയർസ് ഹൈ കോംപ്ലക്സിറ്റി, അല്ലേ? കോഡിംഗ് അറിയാന്നുള്ളത് കുറച്ച് ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫൈനാൻഷ്യൽ അനാലിസിസ്, ലീഗൽ റിസർച്ച്, ബട്ട് ദിസ് ഈസ് AI augmented. AI fully replace ചെയ്യില്ല, but there is a lot of AI used in such things. Okay, now the third one is low complexity but high human skills. But ടീച്ചേഴ്സിനെ റീപ്ലേസ് ചെയ്യുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നൗ ഓൾ ദോസ് തിങ്സ് ആർ ഡൺ. കാരണം ടീച്ചേഴ്സിന് അത്ര പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇന്നത്തെ EdTech സ്ഥാപകർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നഴ്സസ്, റൈറ്റ്? ഇവിടെയൊക്കെ ഹ്യൂമൻ ഇന്റർവെൻഷൻ വളരെ കൂടുതലാണ്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള ജോബ്സ് ദാറ്റ് വിൽ സർവൈവ് ആസ് ഓഫ് നൗ. ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച്, 5 കൊല്ലം കഴിഞ്ഞാൽ എന്താവും എനിക്കറിയില്ല, ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ദിസ് ഹ്യൂമൻ സെൻട്രിക് ജോബ്സ് അഗെയിൻ ദീസ് ആർ മോസ്റ്റ്ലി ബ്ലൂ കോളർ വർക്കേഴ്സ്. രാവിലെ ഇരുന്ന് ഓഫീസിൽ സ്യൂട്ടും കോട്ടിട്ട് ഇരിക്കുന്ന ആളുകളല്ല. ആൻഡ് ദ ഫോർത്ത് വൺ, ദ സേഫ് സോൺ ഈസ് ഹൈ ഹ്യൂമൻ സ്കിൽസ് plus high complexity. The safe zone, surgeons, strategic leaders, creative directors, വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ നിങ്ങളുടെ ഡൊമൈൻ എക്സ്പെർട്ടീസും അതേപോലെ തന്നെ നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസും ഒരുമിച്ച് പ്രയോഗിക്കേണ്ട ഏരിയകളിലാണ് ആളുകൾ സർവൈവ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നേരത്തെ ഗ്രാഫ് ഞാൻ ഒന്നുകൂടി കാണിക്കുകയാണ്. ഈ ഗ്രാഫിൽ കുറേ വൈറ്റ് ഏരിയാസ് ഉണ്ട്, അല്ലേ? ആ വൈറ്റ് ഏരിയാസിലുള്ള സ്ഥലങ്ങൾ ഇതെല്ലാം ഇൻസ്റ്റാളേഷൻ ആൻഡ് റിപ്പയർ, പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ വർക്ക്, അഗ്രികൾച്ചർ, പേഴ്സണൽ കെയർ, ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനത്തെ കുറേ ഏരിയാസിന് ഇപ്പോഴും AI-ക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഏരിയാസ് ആയിട്ടാണ് ആന്ത്രോപിക്കിന്റെ ലേബർ റിപ്പോർട്ടിൽ പറയുന്നത്. റൈറ്റ്? സോ 30% of the white collar jobs can be done by AI, but less than 1% of the blue collar jobs can. Right? ഇവിടെയാണ് നമ്മൾ ശരിക്കും ഒരു ഗ്യാപ്പ് കണ്ടത്. That's why I told the new rule as you should get your hands dirty. നിങ്ങൾ ഇറങ്ങി ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും, അതിലൊക്കെ മടി വിചാരിക്കേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പാരൻസും കുട്ടികളും മനസ്സിലാക്കണം. റൈറ്റ്? ഒറാക്കിൾ ഫയർഡ് 30,000 സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന്റെ ഡേ. പക്ഷേ കോഴിക്കോട് ഒരാളെ പ്ലംബിങ്ങിന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വർക്കിന് ലഭിക്കണം എന്നുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം, അല്ലേ? ഫ്ലാറ്റിലോട്ടൊക്കെ വിളിച്ച ഒരാളെ കിട്ടാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ ജോലിയെ നമ്മൾ അത്ര വാല്യൂ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അവരിൽ പലരും ഇന്ന് നന്നായിട്ട് ഏൺ ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ കുറച്ച് അഭിമാന ബോധം, അങ്ങനത്തെ ഈഗോ ഒക്കെ കുറച്ചിട്ട് ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ഹാൻഡ്സ് ഓൺ ആയിട്ട് ഇറങ്ങേണ്ടി വരും എന്നുള്ളതാണ്. റൈറ്റ്? സോ 3 things നോട്ട് ചെയ്യണേ. 3 things that keep you irreplaceable. നിങ്ങൾ ഇർറീപ്ലേസിബിൾ ആക്കുന്ന 3 കാര്യങ്ങൾ. ദ ഫസ്റ്റ് തിങ് ഇസ് ഡീപ് ഡൊമൈൻ നോളജ്. ഏതെങ്കിലും ഒരു കാര്യം അടിപൊളിയായിട്ട്, ഒന്നല്ല ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുക. അടിപൊളിയായിട്ട് ഏതെങ്കിലും ഒരു കാര്യം, കോഡിംഗ് ആണെങ്കിൽ അങ്ങനെ, ക്രിയേറ്റീവ് വർക്ക് ആണെങ്കിൽ അങ്ങനെ, ആസ് എ ഡോക്ടർ നിങ്ങളുടെ ഡയഗ്നോസ്റ്റിക് സ്കിൽസ് ആണെങ്കിൽ അങ്ങനെ, ഒരു ടീച്ചർ നിങ്ങളുടെ അങ്ങനെയുള്ള ഒരു എബിലിറ്റി ആണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ സബ്ജക്ട് നോളജ് ആണെങ്കിൽ അങ്ങനെ, ഒരു ഡീപ്പ് ഡൊമൈൻ നോളജ് നമുക്ക് മസ്റ്റാണ്. റൈറ്റ്? ഒരു ഏതെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തു പോകും എന്നുള്ള ഒരു കാര്യം കൊണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ദ സെക്കൻഡ് ഈസ് ഹ്യൂമൻ ഇമോഷൻസ്, എംപതി, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ദീസ് ആർ ദ തിങ്സ് ആസ് ഓഫ് നോ AI cannot fake. AIക്ക് ഫേക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണ്? ഈ ഹ്യൂമൻ ഇമോഷൻസ് ആണ്. ഇത് എവിടുന്നാ കിട്ടുക? പാരൻസ് ശരിക്കും ആലോചിക്കണം. ഇത് എവിടുന്നാ കിട്ടുക? ഇതേതെങ്കിലും ഒരു കോഴ്സിൽ പഠിപ്പിക്കാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞു, റാഷിദ് സാർ പറഞ്ഞു, അല്ലേ?
റെസിലിയൻസ്, ഫ്ലെക്സിബിലിറ്റി, എജിലിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞതൊക്കെ ഒരു കോഴ്സിൽ പഠിപ്പിക്കാൻ പറ്റുമോ? ഒരു 3 മാസത്തെ കോഴ്സ് കുട്ടികൾക്ക് എന്താ പറയാ ഒരു ഹ്യൂമൻ കണക്ഷൻ പഠിപ്പിക്കുന്ന, റൈറ്റ്? അങ്ങനെയല്ലോ. ഇത് നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് കുട്ടികൾ ആർജിച്ചെടുക്കേണ്ടതാണ്. ആൻഡ് ആക്ച്വലി ഇൻ മൈ ഒപ്പീനിയൻ അവർ സ്കൂൾ ഷുഡ് ഫോക്കസ് ഓൺ ദിസ്. നമ്മുടെ സ്കൂൾസ് ഫോക്കസ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ഹ്യൂമൻ സ്കിൽസിലാണ്, സോഫ്റ്റ് സ്കിൽസിലാണ്. നോളജ് എന്നുള്ളത് നിങ്ങൾക്ക് ഓൺലൈനായി, നിങ്ങൾക്ക് യൂട്യൂബിലൂടെ, നിങ്ങൾക്ക് ലോകത്ത് എവിടെ നിന്നും എങ്ങനെയും അക്വയർ ചെയ്യാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു ഹ്യൂമൻ ഇമോഷൻസ്, ഹ്യൂമൻ കണക്ഷൻ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആൻഡ് ദ തേർഡ് തിങ് ഇസ് വെരി ഒബ്വിയസ്. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഹൗ ടു യൂസ് AI, റൈറ്റ്? ഈ AI ടൂൾസ് ഒക്കെ എങ്ങനെ സമർത്ഥമായി ഉപയോഗിക്കാം, എങ്ങനെ പ്രോംപ്റ്റ് ചെയ്യാം, എങ്ങനെ പുതിയ കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം, എങ്ങനെ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാം, റൈറ്റ്? ഈ കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ, യു ഹാവ് ടു ബി an intersection of these 3, റൈറ്റ്? ഡീപ് ഡൊമൈൻ നോളജ്, ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് ഹൗ ടു യൂസ് AI. ഇതാണ് നിങ്ങളെ ഇനിയുള്ള കാലത്ത് ഒരു ജോബ് മാർക്കറ്റിൽ ഇർറീപ്ലേസബിൾ ആക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഐ എം മേക്കിംഗ് സം ബോൾഡ് പ്രഡിക്ഷൻസ് ഹിയർ. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, പക്ഷെ മേക്കിംഗ് സം ബോൾഡ് പ്രഡിക്ഷൻസ് ഹിയർ ഇൻ വിത്ത് റെസ്പെക്ട് ടു കോഴ്സസ്, വിത്ത് റെസ്പെക്ട് ടു കരിയേഴ്സ്. ഫ്രഷേഴ്സ് ഹയറിംഗ് ഹാസ് സ്ലോഡ് ഡൗൺ. ഒരു ജോബിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ്, ഈവൻ യു ലുക്ക് അറ്റ് IIMs and IITs, the fresher placements have slowed down. ഓക്കെ, ഒരു 3 വർഷം കൊണ്ട് 4 വർഷം കൊണ്ട് ഒരു കോഴ്സ് പഠിച്ച് ജോലി നേടാം എന്നുള്ള ഒരു കാലഘട്ടം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, ഒരു സീനിയർ എഞ്ചിനീയർ, ഫോർ എക്സാമ്പിൾ ഇഫ് ഐ എം എ സീനിയർ എഞ്ചിനീയർ, ഒരു പക്ഷേ ഒരു ഫ്രഷറെ വർക്ക് ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് എളുപ്പമാണ് എനിക്ക് AI ടൂൾ ഉപയോഗിക്കാൻ. സോ യു ഹാവ് ടു ബി ഗുഡ്, വെരി വെൽ സ്കിൽഡ്. നിങ്ങൾ ഏത് കോളേജിൽ നിങ്ങൾ എന്ത് പഠിക്കാൻ പോവുകയാണെങ്കിലും അവിടെ നിന്ന് നിങ്ങൾ ഒരു ഡീപ്പ് ഡൊമൈൻ നോളജ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഉറപ്പ് വരുത്തുക, റൈറ്റ്? The second thing is maybe a diploma is more valuable than a random BTech degree. നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ നിന്ന് എടുക്കുന്ന ഒരു BTechനേക്കാളും വാല്യൂ ഇനിയുള്ള കാലത്ത് നിങ്ങൾ ഹാൻഡ്സ് ഓൺ ആയിട്ട് എടുക്കുന്ന ഒരു ഡിപ്ലോമക്ക് ഉണ്ടാവാനുള്ള സാധ്യത. ഞാൻ നിങ്ങൾക്ക് ഗ്രാഫ് കാണിച്ചു അല്ലേ, അവിടെയുള്ള ഇൻഡസ്ട്രിയൽ വർക്കേഴ്സും അവിടെയുള്ള എന്താ പറയുക ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനത്തെ ഒരുപാട് ഫീൽഡുകളിൽ വി നീഡ് ഹാൻഡ്സ് ഓൺ പീപ്പിൾ. ഒറാക്കിൾ ചെയ്തത് എന്താ, ഒറാക്കിൾ 60,000 ആൾക്കാരെ ഫയർ ചെയ്തിട്ട് 1.6 billion they have invested in AI infrastructure. AI data centers ബിൽഡ് ചെയ്യണം. ഈ ഡാറ്റാ സെന്റേഴ്സ് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ there should be hands on engineers, right? അല്ലാതെ എന്തല്ല, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അല്ല. So there is a big change happening, right? And we should be ready for that. And we need more scientists more than coders. കോഡിംഗ് എന്നുള്ളത് ഒരു എന്താ പറയുക ലോ എൻട്രി ബാരിയർ ഉള്ള ഒരു സ്കില്ലായിരുന്നു. ഇന്ന് ആ ലോ എൻട്രിയെ ഭേദിച്ച് AI എത്തിക്കഴിഞ്ഞു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വാല്യൂഡ് ആയിട്ടുള്ള കമ്പനി ഏതാ നിങ്ങൾക്കറിയോ? ലോകത്തിലെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള കമ്പനി ഇറ്റ്സ് കോൾഡ് NVIDIA. NVIDIAയുടെ CEO ആണ് ജെൻസൺ ഹ്വാങ്. ഈസ് എൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. ജെൻസൺ ഹ്വാങ്ങിനോട് 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു ജേർണലിസ്റ്റ് വന്ന് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ കോളേജിൽ പോകണമെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കും? ലോകത്തിലെ ഏറ്റവും വാല്യൂബിൾ CEOനോട് ചോദിക്കുന്ന ചോദ്യം. നിങ്ങളിപ്പോൾ കോളേജിൽ പോകണമെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കും? റൈറ്റ്? ജെൻസൺ ഹ്വാങ് പറഞ്ഞു, ഐ വിൽ സ്റ്റഡി ഫിസിക്കൽ സയൻസ്. ഐ വിൽ സ്റ്റഡി എയ്തർ ഫിസിക്സ് ഓർ കെമിസ്ട്രി. ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് പ്ലസ് കെമിസ്ട്രി. ഇത് പഠിക്കും. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ടുള്ള ജെൻസൺ ഹ്വാങ് പറയാണ്, നമ്മുടെ നാട്ടിലൊക്കെ ഫിസിക്സ് കെമിസ്ട്രി സീറ്റുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്, അവിടെ പഠിക്കേണ്ടെന്നുള്ള വേറൊരു വിഷയം. പക്ഷേ അദ്ദേഹം പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ സെയിങ് ദാറ്റ് ദ നെക്സ്റ്റ് വേൾഡ്, ഇപ്പം നമ്മൾ കാണുന്ന AI എന്നുള്ളത് ChatGPT, ജെമിനിയൊക്കെയുള്ള സ്ക്രീനുകളിലാണ്. ദ നെക്സ്റ്റ് വിൽ ബി ദ ഇറ ഓഫ് ഫിസിക്കൽ AI. ഫിസിക്കൽ AI എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ അസ്യൂം ദാറ്റ് യുവർ ഹാൻഡ് ഈസ് ആംപ്യൂട്ടഡ്, നിങ്ങൾ കൈയില്ല, നിങ്ങൾക്കൊരു AI ഇൻ്റഗ്രേറ്റഡ് കയ്യ് ഒരു നോർമൽ പ്രോസ്തെറ്റിക് ആമിന് പകരം ഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ദർ ആർ പീപ്പിൾ ഹു നീഡ് ടു വർക്ക് വിത്ത് എഞ്ചിനീയേഴ്സ്, റൈറ്റ്? ദർ ആർ എന്താ പറയുക കെമിസ്ട്രി എക്സ്പേർട്സ് ആയിട്ടുള്ള, ഫിസിക്സ് എക്സ്പേർട്ട് ആയിട്ടുള്ള, ബയോളജി എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ ഈ എഞ്ചിനീയേഴ്സിൻ്റെ കൂടെ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം, റൈറ്റ്? ഡീപ് ഡൊമൈൻ നോളജ് ഉള്ള ആളുകൾ വർക്ക് ചെയ്യണം. ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് പോകുന്ന ആളുകൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. സോ മോർ ബ്ലൂ കോളർ ജോബ്സ് വിൽ സർവൈവ് ദാൻ വൈറ്റ് കോളർ. ദീസ് ആർ സം പ്രെഡിക്ഷൻസ് ഐ വാണ്ട് ടു മേക്ക് ഹിയർ, റൈറ്റ്? സോ ദ റൂൾ നമ്പർ 4, don't be the best at one thing, be the only one who can do two. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടർ ആവാൻ പറ്റും? വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയർ ആവാൻ പറ്റും? വളരെ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എത്ര ആൾക്കാർക്ക് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആവാൻ പറ്റും? വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ബട്ട് ക്യാൻ യു ഡു 2 things? അതായത് ടോപ്പ് 1% വരാതെ 2 കാര്യത്തിൽ ടോപ്പ് 20% നമുക്ക് വരാൻ പറ്റുമോ? ഐ ഗിവ് യു സം എക്സാമ്പിൾസ്. ഇഫ് യു ബിക്കം എ ഡോക്ടർ പ്ലസ് യു ഡു സം AI ഓർ കോഡിംഗ്, എന്താണ്? യു ക്യാൻ ബിൽഡ് ഡയഗ്നോസ്റ്റിക് ടൂൾസ്, അല്ലേ? ഒരു നോർമൽ ഡോക്ടറെക്കാളും നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആണ്, ഒരു നോർമൽ കോഡറെക്കാളും അഡ്വാൻറ്റേജ് ആണ്. ഇഫ് യു go for a lawyer, if you become a lawyer plus you know some data science, you can build the future of legal tech, അല്ലേ? ഈ 2 കാര്യങ്ങളിലും ടോപ്പ് 20% നമുക്ക് വരാൻ പറ്റുമോ? ഇഫ് യു ആർ എ ബയോളജിസ്റ്റ് പ്ലസ് യു നോ സം കൈൻഡ് ഓഫ് റോബോട്ടിക്സ്, അല്ലേ? യു ആർ building the future of physical AI, right? If you are a teacher plus you know some content creation, right? You are building education brands. You have to be good at more than one thing.
ഒരു കാര്യത്തിലല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഡീപ് ഡൊമൈൻ എക്സ്പെർട്ടീസ് 2-3 കാര്യത്തിൽ ഉണ്ടാവുക. യു വിൽ ബിക്കം ഇർറീപ്ലേസബിൾ. നിങ്ങൾ ഇർറീപ്ലേസബിൾ ആയിട്ട് മാറും. റൈറ്റ്? ഐ മേ നോട്ട് ബി ദ ബെസ്റ്റ് CEO, ഐ മേ നോട്ട് ബി ദ ബെസ്റ്റ് ടീച്ചർ. എനിക്ക് യൂട്യൂബിൽ 1 lakh ഫോളോവേഴ്സ് ഉണ്ട്. ദർ ആർ പീപ്പിൾ വിത്ത് 1 million ഫോളോവേഴ്സ്, അല്ലേ? Right? I may not be the best teacher, എന്നെക്കാളും നന്നായി പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. ബട്ട് ദ ഇന്റർസെക്ഷൻ ഓഫ് ദീസ് 3 gives me a unique advantage എന്നുള്ളതാണ്. ആസ് എ പേഴ്സൺ, അജ്മൽ എന്നുള്ള ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ 3 കാര്യങ്ങളിൽ കുറച്ച് എക്സ്പെർട്ടീസ് ഉണ്ട് എന്നുള്ളത്. ഐ എം നോട്ട് ദ ബെസ്റ്റ് അറ്റ് all 3, റൈറ്റ്? ബട്ട് ഐ എം ഗുഡ് അറ്റ് all 3. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, എനിക്കൊരു അഡ്വാൻറ്റേജ് പേഴ്സണലി നൽകുന്നുണ്ട്. റൈറ്റ്? ആൻഡ് ദ 5th and last point, build proof, not resumes. പണ്ടത്തെ കാലത്ത് നിങ്ങൾക്ക് ജോലി കിട്ടിയിരുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്കൊരു ഡിഗ്രി അഡ്മിഷൻ കിട്ടും. ആ ഡിഗ്രി അഡ്മിഷൻ വെച്ച് നിങ്ങളൊരു റെസ്യൂമെ CV കൊടുക്കും. അതിനനുസരിച്ച് നിങ്ങൾക്കൊരു ജോബ് കിട്ടും. ആ കാലം പോയി, ആ കാലം കഴിഞ്ഞു. റൈറ്റ്? ബിൽഡ് പോർട്ട്ഫോളിയോ, പ്രൂഫ്, ഗ്രോത്ത്. ബിൽഡ് ചെയ്യുക. നിങ്ങൾ എന്താണ് ഈ ലോകത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഡു യു ഹാവ് എ GitHub റെപ്പോസിറ്ററി? എത്ര ആളുകൾക്ക് ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ട്? 1 2 3. എത്ര ആളുകൾക്ക് ഒരു GitHub റെപ്പോസിറ്ററി ഉണ്ട്? 1 2 3 4. റൈറ്റ്? എത്ര ആളുകൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്? നോ, 1 2. റൈറ്റ്? എത്ര ആളുകൾ ഒളിമ്പ്യാഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? മാത്സ് ഒളിമ്പ്യാഡ്, സയൻസ് ഒളിമ്പ്യാഡ് വിന്നേഴ്സ് ആയിട്ട് എത്ര ആൾക്കാരുണ്ട്? റൈറ്റ്? നൺ. റൈറ്റ്? നിങ്ങൾ even if you have failed, have you built a product? No, most of you haven't. Right? അല്ലെങ്കിൽ how many of you write in public, in a blog, in Facebook, in Instagram, അല്ലെങ്കിൽ in Reddit? How many of you write? Right? വളരെ കുറവാണ്. Right? How many of you have done a research internship or a project in your this much amount of time? I have, എന്താ പറയാ, എൻ്റെ കൂടെ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ പറയാ, അവന് 10th കഴിഞ്ഞതാണ്. He came for an internship at my office. എന്നോട് പറഞ്ഞു 10th class കഴിഞ്ഞ് എനിക്കൊരു ഇന്റേൺഷിപ്പ് വേണം. നമ്മൾ എത്ര ആൾക്കാർ 10th class കഴിഞ്ഞിട്ട് ഒരു ഇന്റേൺഷിപ്പിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്? നമ്മൾ ഇൻസ്റ്റാഗ്രാമും സ്നാപ്ചാറ്റും യൂട്യൂബും നോക്കിയിരിക്കല്ലാതെ. റൈറ്റ്? ദിസ് ഈസ് എ തോട്ട് ദാറ്റ് യു ഷുഡ് ഹാവ്. അപ്പോൾ സ്റ്റോപ്പ് കളക്ടിങ് സർട്ടിഫിക്കറ്റ്, സ്റ്റാർട്ട് കളക്ടിങ് ക്രിയേഷൻസ്. നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ്. റൈറ്റ്? അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുള്ളത്, യു ഷുഡ് ഗോ ടു ഗുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. റൈറ്റ്? ഇഫ് യു ഗോ ടു IITs, ലൈക്ക് യു ക്യാൻ ബിൽഡ് സാറ്റലൈറ്റ്സ്, യു ക്യാൻ ബി പാർട്ട് ഓഫ് ഓൺടർപ്രണർഷിപ്പ്, യു ക്യാൻ ബി പാർട്ട് ഓഫ്, എന്താ പറയുക, ഒളിമ്പ്യാഡ് വിന്നിംഗ് പേയേഴ്സ്. റൈറ്റ്? അപ്പം നിങ്ങൾ നല്ല സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. റൈറ്റ്? ബിക്കോസ് ദാറ്റ് ഗിവ്സ് യു എ ബെറ്റർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ യുവർ ബ്രെയിൻസ്. നിങ്ങൾ നല്ല സ്ഥലങ്ങളിൽ പോയി പഠിക്കാൻ ശ്രമിക്കുക. ദാറ്റ് വിൽ ഗിവ് യു എ ഗുഡ് എൻവയോൺമെന്റ്. That will give you a lot of opportunities. That will give you an opportunity to build a lot of things, right? So earn your seat at a place that genuinely challenges you. Mediocrity alla namukku vendathu. Namukku the best of the best ആയി മാറാൻ സാധിക്കണം. Then that you should challenge yourself, right? And I was invited to a university called MBZUAI, Mohammed bin Zayed University of Artificial Intelligence. This is in UAE, Abu Dhabi. Okay, അവിടേക്ക് they invited educationists around the world. I was invited in last November. ഞാനവിടെ പോയി. They are the first university in the world to teach only AI. BSc in AI എന്ന് പറഞ്ഞ ഡിഗ്രി ഉണ്ട്. ഒരു വർഷത്തെ ഫീസ് എത്ര നിങ്ങൾക്ക്? $45,000 ആണ്, which is 40 lakh rupees. 4 വർഷത്തോട്ട് 1,60,00,000 രൂപ. ഹോസ്റ്റൽ ഫീസൊക്കെ അടക്കം 2 കോടി രൂപയാണ് 4 വർഷത്തോട്ടുള്ള ഫീസ്. 4 വർഷത്തോട്ടുള്ള ഫീസ്. ബട്ട് എവ്രി വൺ ഈസ് സ്റ്റഡിങ് ദെയർ ഫോർ ഫ്രീ. ഫസ്റ്റ് ബാച്ചിൽ എല്ലാ സ്റ്റുഡൻസും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് അബുദാബി ഗവൺമെന്റ് ഒരു ഫണ്ട് ചെയ്യാണ്. അമേസിങ് ഫെസിലിറ്റീസ്, അടിപൊളിയായിട്ടുള്ള ഫെസിലിറ്റീസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. റൈറ്റ്? അപ്പോൾ ഐ മെറ്റ് എ ഗേൾ ദർ കാൾഡ് അഫ്സ, ഇന്ത്യക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അഫ്സയോട് ഞാൻ ചോദിച്ചു, നീ എങ്ങനെ ഇവിടെ എത്തിയത്? അപ്പോൾ പറഞ്ഞ് JEE സ്കോറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പോയില്ല. ഐ ഗോട്ട് ഇൻ ടു IIT ഹൈദരാബാദ്. പക്ഷേ ഞാൻ നിങ്ങളിപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, അടിപൊളി സ്ഥലമാണ്, ഞാൻ പോയില്ല. പക്ഷേ ഞാൻ ഇവിടെ എത്താൻ കാരണം 2 റീസൺസ് ആണ്. The first thing is, I was a champion in world debating competition. World debating competition എൻ്റെ സ്കൂളിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. And the second one is, I am into INMO training camp. Indian National Mathematics Olympiad ട്രെയിനിങ് ക്യാമ്പിലോട്ട് ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടിരുന്നു. So നേരത്തെ പറഞ്ഞ she has 2 skills. Is she a winner of Maths Olympiad national level? No. ട്രെയിനിങ് ക്യാമ്പിലെത്തി. Right? That's the first thing. നല്ല മാത്തമാറ്റിക്സ് അറിയാം. The second one is her communication skills. വേൾഡ് ഡിബേറ്റിംഗ് കോമ്പറ്റീഷനിൽ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്തു. ഇന്റർസെക്ഷൻ ഓഫ് 2. ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്റർസെക്ഷൻ ഓഫ് 2. അഫ്സ ഫ്രം കാശ്മീർ is studying in MBZUAI for 2 crore scholarship now. Right? നമുക്ക് ഇതേപോലെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. ദ ഫ്യൂച്ചർ ഈസ് ആക്ച്വലി ഹയറിംഗ് ദിസ് വേ. ഇങ്ങനെ സ്കിൽസ് ഉള്ള കോമ്പിറ്റൻസി പ്രൂവ് ചെയ്ത ആളുകളെയാണ് എന്ത് ലോകത്തിന് ആവശ്യം. സോ ബിൽഡ് റയർ ആൻഡ് വാല്യുബിൾ സ്കിൽസ്. റയർ ആൻഡ് വാല്യുബിൾ സ്കിൽസ് ബിൽഡ് ചെയ്യുക. ഓക്കെ, ഇതൊരു പെന്നാണെന്ന് വിചാരിക്കാം. ഈ പെന്നിന് നിങ്ങൾ എത്ര രൂപ നൽകും? ഇതൊരു പെന്നാണെന്ന് വിചാരിക്കുക. എത്ര രൂപ നൽകും? എൻ്റെ കയ്യിൽ പെന്നില്ല. 10 രൂപ, 100 രൂപ വെച്ചാൽ തരുമോ? 1000 രൂപ വെച്ചാൽ തരുമോ? ഇല്ല. എന്തുകൊണ്ടാ? ലോകത്ത് ഒരുപാട് പെന്നുണ്ടായതുകൊണ്ടാണ്, അല്ലേ? എന്നാൽ സംഭവം കോഴിക്കോട് ജില്ലയിലെ എല്ലാ പെന്നുകളും മാജിക്കലി മാഞ്ഞു പോയി അപ്രത്യക്ഷമായി വിചാരിക്കുക. എൻ്റെ അടുത്ത് പെന്നുണ്ട്, നാളെ നിങ്ങൾക്ക് പരീക്ഷ ഉണ്ട്, ഈ പെന്നുകൾ എത്ര രൂപ തരും? എത്ര രൂപ തരും?
1000 രൂപ 10000 രൂപ ഞാൻ ചോദിക്കുന്ന പൈസ തരും. അല്ലെങ്കിൽ വേണ്ട, ഈ പെന്നിനൊരു അതാണ് റയറിറ്റി, ബാക്കിയുള്ള ആരുടെ ഇല്ലാത്ത എന്തെങ്കിലും ഒന്നും നമ്മുടെ അടുത്ത് വേണം. ദ സെക്കൻഡ് തിങ് ഈസ് വാല്യുബിൾ. എന്താ വാല്യുബിൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു പെന്ന് ഇത് പരീക്ഷ കണ്ട ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ കൈ വെച്ച് കൊടുത്താൽ മതി, ഇതന്നെ ഇങ്ങനെ എഴുതുന്നതായിരിക്കും. ഇതിനെ ഇങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഈ പെന്ന് വാല്യുബിൾ ആണ് അല്ലേ? ഈ പെന്നിന് എത്ര വില കൊടുക്കാൻ നമ്മൾ തയ്യാറാവും. നമ്മുടെ അടുത്ത് അങ്ങനെ ആളുകൾ ചോദിച്ചു വരുന്ന എന്താണ്? എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, അതിന് ഉത്തരം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഏറ്റവും സ്കോപ്പുള്ള കോഴ്സ് ഏതാ? സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം നമ്മളിങ്ങനെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങും, അപ്പോൾ ഒരു 10 കമ്പനികളും ഇങ്ങനെ നമ്മളെ ചുറ്റും നിൽക്കും, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വരും, ഞങ്ങൾ ഇത്ര തരാം എന്ന് പറഞ്ഞിട്ട് ഇതാണ് സ്കോപ്പ്. അല്ല, അങ്ങനെ ആരും വരൂല. അങ്ങനെ ലോകത്തെ എവിടെയും ഒരു എന്താ പറയുക, ആരും നിങ്ങളുടെ ചുറ്റും വരാൻ പോകുന്നില്ല. ഡു യു ഹാവ് സംതിങ് ടു ഓഫർ ടു ദ വേൾഡ് ബാക്ക്? നിങ്ങൾക്ക് ലോകത്തിന് എന്തെങ്കിലും തിരിച്ചു നൽകാനുണ്ടോ? നിങ്ങളുടെ അടുത്ത് റെയർ ആൻഡ് വാല്യുബിൾ സ്കിൽ സെറ്റ് ഉണ്ടോ? ആ റെയർ ആൻഡ് വാല്യുബിൾ സ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കൈമുതൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് വേണ്ടത് വർക്കാണ്. യു ഷുഡ് പുട്ട് യുവർ വർക്ക്. എന്താ പറയുക, ഞാൻ ചെറുപ്പത്തിൽ ഒരിക്കലും ഇതേപോലെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ ഒരു ധൈര്യമില്ലാത്ത ഒരാളായിരുന്നു. ഒരിക്കൽ പോലും ഒരു പ്രസംഗ മത്സരത്തിൽ സമ്മാനം വാങ്ങാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഏതോ ഒരു സന്ദർഭത്തിൽ ആരോ എന്നെ പിടിച്ച് സ്റ്റേജിൽ കയറ്റി. ഞാൻ അവിടുന്ന് മെല്ലെ സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കാൻ തുടങ്ങി ഞാൻ പിന്നെ എന്ത് ചെയ്താൻ തുടങ്ങി, പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങി, പിന്നെ ഞാൻ ആളുകളുടെ മുമ്പിൽ സംസാരിക്കാൻ തുടങ്ങി. ഐ ബിക്കേം എ സ്പീക്കർ, അത്രേ ഉള്ളൂ. റൈറ്റ്? ആ സ്പീക്കർ ആവുക എന്നുള്ളത് എന്തോ ഒരു ആകാശത്ത് നമുക്ക് കിട്ടുന്ന ഒരു സ്കില്ലൊന്നല്ല. നമ്മളൊരു കാര്യത്തിൽ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് വന്നു ചേരുന്ന എന്താ പറയുക, നമ്മൾ നേടുന്ന ഒരു കാര്യമാണെന്ത്, ആർജിച്ചെടുക്കുന്ന ഒരു സ്കില്ലാണ് സ്പീക്കിംഗ് എന്നുള്ളത്. അല്ലേ? അതേപോലെ തന്നെയാണ് ഏതൊരു സ്കില്ലും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സോ ദ 5 new rules, ഐ എം എൻഡിങ് മൈ ടോക്ക് ഹിയർ. നോ കമ്പനി വിൽ സേവ് യു, സേവ് യുവർ സെൽഫ്. Mediocrity is unemployable, earn your seat. And number 3, the safest career might get your hands dirty. The 4th one, don't be the best, be the only one, and build proof, not resumes. So the kids who will thrive aren't the ones who are protected from change. കുട്ടികളെ ചേഞ്ചിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തല്ല വേണ്ടത്, they are the ones who are prepared for it. ഇവിടെ ഇരിക്കുന്ന പാരൻസിനോട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുട്ടികൾ ആ ചേഞ്ചിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുക. let them get their hands dirty, let them explore a lot of things, different things. The only thing worth investing is in the right mind, right mindset ഉണ്ടാവുക, right attitude ഉണ്ടാവുക. ലോകത്ത് മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റങ്ങളെ പുൽകാൻ വേണ്ടിയിട്ടുള്ള, ആ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാനുള്ള ഒരു മനസ്സുണ്ടാവുക. അതാണ് എജു കഫേയിൽ എനിക്ക് നൽകാനുള്ള ഫൈനൽ മെസ്സേജ്. താങ്ക്സ് ഫോർ ഹാവിങ് മീ ഹിയർ അഗെയിൻ this year, and thanks for being such a wonderful audience. Thank you.